അപ്പം നമസ്കാരം, ബ്രൈറ്റ് വ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പോളണ്ട് എന്ന് പറയുന്ന യൂറോപ്പ് കൺട്രിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പോളണ്ടിലേക്ക് പോകാനിരിക്കുന്നവരും പോളണ്ടിലേക്ക് അപ്ലൈ ചെയ്യാനിരിക്കുന്നവർക്കും പോളണ്ടിലേക്ക് അപ്ലൈ ചെയ്യാതോ എന്ന് ആലോചിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എൻ്റെ അനുഭവത്തിലും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അനുഭവത്തിലും ഉള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്, അല്ലാതെ വീഡിയോസ് കണ്ട് പറയുന്ന ഒരു കാര്യമല്ലത്. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ബാക്കിയുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം പോളണ്ട് എന്ന് പറയുന്ന ഒരു യൂറോപ്പ് കൺട്രിയാണ്, ഷെങ്കൻ കൺട്രിയാണ്. അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള 27 കൺട്രീസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പം നമ്മളെല്ലാം ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് പോളണ്ട് എന്ന് പറയുന്ന യൂറോപ്പ് കൺട്രി. അപ്പം പോളണ്ടിലേക്ക് പോകാൻ ഒരു ചെലവ് വരുന്നത് ഏകദേശം 4-4.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഉള്ളിലായിരിക്കും ചെലവ് വരുന്നത്. അപ്പോൾ ഏജൻസി പറയുന്ന ഒരു എമൗണ്ട് 4, 4.5, 5 ആ റേഞ്ചൊക്കെ പറയുന്നുണ്ട് പല ഏജൻസീസും. ഓക്കെ, ആ എമൗണ്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളോട് അപ്പോൾ നമ്മൾ പോളണ്ടിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ്. അപ്പോൾ പോളണ്ടിന്റെ പ്രോസസ്സിങ് വരുന്നത്, ഇപ്പോൾ ഒരു ഏജൻസിയെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ നമുക്ക് പോകാൻ പറ്റും പോളണ്ടിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്കെ പറയുന്നു, നല്ലൊരു ഏജൻസിയെ സമീപിക്കുന്നു. നല്ലൊരു ഏജൻസി ആയിരിക്കും സമീപിക്കുന്നത്. അപ്പൊ ആ ഏജൻസിയെ സമീപിച്ചു, ആ ഏജൻസി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നു, അവിടെ പോയി കാണുന്നു, ഓഫീസിൽ പോയി കാണുന്നു, അതിൻ്റെ ഒരു എഗ്രിമെന്റ് അത് സൈൻ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം നമ്മളൊരു ഇനിഷ്യൽ പേയ്മെന്റ് അടയ്ക്കണം, എന്നാലേ നമുക്ക് ഓഫർ ലെറ്റർ വരത്തുള്ളൂ. ഓക്കെ, ഓഫർ ലെറ്റർ വന്നു, നമുക്ക് ഫസ്റ്റ് ഇനിഷ്യൽ പേയ്മെന്റ് അടച്ചു, ഓഫർ ലെറ്റർ വന്നു. രണ്ടാമത്തത് എന്ന് പറയുന്നത്, നമുക്ക് ഇനി വർക്ക് പെർമിറ്റ് വരണമെങ്കിൽ നമുക്ക് അടുത്ത പേയ്മെന്റ് അടയ്ക്കണം. അപ്പൊ നമുക്ക് പല ഏജൻസികളും പല എമൗണ്ട് ആയിരിക്കും നമുക്ക് അടയ്ക്കേണ്ട വരുന്നത്. അപ്പൊ ഏകദേശം ഒരു ഞാൻ പോയ ഏജൻസി ഏകദേശം ഒരു 2 ലക്ഷം രൂപ അടുപ്പിച്ച് അടയ്ക്കേണ്ട വന്നു. അപ്പൊ 2 ലക്ഷം രൂപ അടച്ചു. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആ എമൗണ്ട് അടച്ചു. ഓക്കെ, അപ്പം ആ 2 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞ് നമുക്ക് വർക്ക് പെർമിറ്റ് വരും. 3 മാസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് ഒക്കെ വരും. അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. വർക്ക് പെർമിറ്റ് വന്നു, സോഫ്റ്റ് കോപ്പി വന്നു. സോഫ്റ്റ് കോപ്പി ആയിരിക്കും ആദ്യം വരുന്നത് കേട്ടോ. സോഫ്റ്റ് കോപ്പി വന്നു, മെയിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അയച്ചു തരും. അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഓക്കെയാണ്, ജെനുവിനാണ്. ജോലിയുടെ കാര്യങ്ങളും ശമ്പളവും എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 2 മാസങ്ങൾ എടുക്കും അവിടുന്ന് വർക്ക് പെർമിറ്റ് കൈ കിട്ടും. വർക്ക് പെർമിറ്റ് കൈ കിട്ടിക്കഴിഞ്ഞിട്ട് ഉള്ള കടമ്പയാണ് പിന്നെ വലിയൊരു കടമ്പ. അപ്പം പല ഏജൻസികൾ എല്ലാ ഏജൻസിക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് യൂറോപ്പ് കൺട്രി. അപ്പം ചില ഏജൻസിക്കാർ ഈ പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും ചെയ്തു തരത്തില്ല. ഇത് കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞ് കുറച്ച് പേപ്പേഴ്സും കൂടെ റെഡി ആവണം. നമുക്ക് പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ റെഡിയാക്കേണ്ടി വരും. അപ്പോൾ ആ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് PCs റെഡിയാക്കേണ്ടി വരും, നമുക്ക് അസറ്റ് വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കേണ്ടി വരും, നമുക്ക് അഫിഡവിറ്റ് റെഡിയാക്കേണ്ടി വരും. പിന്നെ അതുപോലെ നമുക്ക് കുറേ പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ ഒരു എഗ്രിമെന്റ് റെഡിയാക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയാലേ നമുക്ക് സബ്മിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതെല്ലാം നമ്മൾ റെഡിയാക്കിയെന്ന് വെച്ചു. അപ്പോൾ അടുത്തൊരു വലിയൊരു കടമ്പയാണ് സ്ലോട്ട് എന്ന് പറയുന്ന സംഭവം. സ്ലോട്ട് കിട്ടിയാലേ നമുക്ക് പോകാൻ പറ്റൂ. മാനുവലായിട്ട് നമുക്ക് സ്ലോട്ട് എടുക്കാം എന്ന് വിചാരിക്കുന്ന എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് മാനുവലായിട്ട് സ്ലോട്ട് കിട്ടില്ല. മാനുവലായിട്ട് സ്ലോട്ട് കിട്ടണമെങ്കിൽ തന്നെ നേരത്തെയൊക്കെ മാനുവലായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മാനുവലായിട്ട് കിട്ടുന്നില്ല. നമ്മൾ ഒരു 1000 രൂപയുടെ സ്ലോട്ട് എടുക്കാൻ നമ്മളിപ്പം ബ്ലാക്കിൽ 1 ലക്ഷം രൂപ 80,000 രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ആ 80,000 രൂപ 1 ലക്ഷം രൂപ വരെ കൊടുത്തിട്ട് അവിടെ ചെല്ലുമ്പോൾ റിജക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ ആ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വെള്ളത്തിൽ വെറുതെ പോയി. ആ വെള്ളത്തിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ നമ്മളിപ്പം ഈ സംഭവം ഈ പ്രോസസ്സ് നടക്കുന്നത് ഏകദേശം 1 വർഷം എടുക്കും. ഇതെല്ലാം കിട്ടി കാര്യങ്ങളെല്ലാം റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് 3 വർഷത്തെ വർക്ക് പെർമിറ്റ് ആയിരിക്കും ചിലവർക്ക് വരുന്നത്, ചിലവർക്ക് 1 വർഷത്തെ ആയിരിക്കും ചിലവർക്ക് വരുന്നത്. അപ്പൊ അത് നമുക്ക് ആ ഏജൻസിയോട് പറഞ്ഞാൽ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഈ സ്ലോട്ട് എന്ന് പറയുന്ന കാര്യം നമുക്ക് കിട്ടില്ല. ബ്ലാക്കിൽ മാത്രമേ ഇപ്പൊ നിലവിൽ കിട്ടുള്ളൂ. 1000 രൂപയുടെ സ്ലോട്ടാണ് നമുക്കിപ്പം 1 ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് വാങ്ങേണ്ട അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ആ സ്ലോട്ട് വാങ്ങിച്ചിട്ടും ഓക്കെ, നമുക്ക് എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് സ്ലോട്ട് വാങ്ങാന്ന് വെച്ചു. വാങ്ങിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ റിജക്ഷൻ ആണെങ്കിൽ ആ പൈസ പോയില്ലേ? റീ അപ്പീൽ ചെയ്താലും രജിസ്റ്റർ ആണെങ്കിൽ ആ പൈസ വെറുതെ പോയില്ലേ? പിന്നെ ഉള്ള കാര്യം, നമ്മളിപ്പോൾ 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ കൊടുത്തു, ഒരു ഏജൻസി കൊടുത്തു. ആ ഏജൻസി കൊടുത്തു കഴിയുമ്പം അപ്പം ആ ഏജൻസി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് നമുക്ക് എത്ര രൂപ കുറച്ചാണ് കിട്ടുന്നത്. പ്രോസസ്സിങ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു 10-50,000 രൂപ അവർ വാങ്ങിച്ചിട്ടേ തരത്തുള്ളൂ. ബാക്കി അത്ര എമൗണ്ട് നമുക്ക് ലോസ് ആണ്. നമ്മുടെ സമയം അത്രയും പോകണം. നമ്മൾ 1 വർഷം 1.5 വർഷം ഇതിനു വേണ്ടി പുറകെ
പറയുന്നത് ചിലവർ 2-2.5 വർഷം ഇതിന്റെ പുറകെ നിൽക്കുന്ന ടീമുകളുണ്ട്, 3 വർഷം, എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ പോളണ്ട് എന്ന് പറയുന്ന യൂറോപ്പ് കൺട്രീസ് പെട്ടെന്നൊന്നും ചെന്ന് പറ്റാത്ത ഒരു കൺട്രിയാണ്. പോയ ആൾക്കാരുണ്ട്. ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കാര്യം ഭയങ്കര ടൈറ്റാണ്. നമുക്ക് മാനുവലായിട്ട് സ്ലോട്ട് കിട്ടുന്നില്ല. മാനുവലായിട്ട് സ്ലോട്ട് കിട്ടിയാൽ പിന്നെയും കുഴപ്പമില്ല, റിജക്ഷൻ വന്നാലും നമുക്ക് റീ അപ്പീൽ ചെയ്യാന്ന് വെച്ചോ. ഇത്രയും ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ഒരു 5-7 ലക്ഷം രൂപയൊക്കെ ഇതിനു വേണ്ടി മാത്രം മുടക്കിയിട്ട് അവസാനം റിജക്ഷൻ ആണ് വരുന്നെങ്കിലുള്ള ആരും ഒന്ന് ആലോചിച്ച് നോക്ക്. പോട്ടെ, നമുക്ക് 2 ലക്ഷം രൂപ അവിടെ കൊടുത്തു, അല്ലെങ്കിൽ 240 കൊടുത്തു, അത് കഴിഞ്ഞ് 1 ലക്ഷം രൂപയാകുമ്പോൾ 340 രൂപയില്ല. പിന്നെ പോട്ടെ, 2 ലക്ഷം രൂപ നമുക്ക് അക്കൗണ്ടിൽ കാണിക്കണം. നമ്മുടെ 2 അല്ലെങ്കിൽ 3 ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിക്കണം. കാരണം ഈ വിസ അടിച്ച് കിട്ടണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, നമുക്ക് അത്ര സമ്പന്നരാണ്, നമുക്ക് തിരിച്ചു വരാൻ, തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ നമുക്ക് സാമ്പത്തികമായിട്ടുണ്ട് എന്ന് കാണിച്ചാലേ നമുക്ക് വിസ അടിക്കാനുള്ളൊരു 100% ചാൻസ് ഉള്ളൂ. അപ്പോൾ അത്രയും കാണിച്ചവർക്കും റിജക്ഷൻ ആണ് വരുന്നത്. അപ്പൊ അത്രയും എമൗണ്ട് നമുക്ക് ഒപ്പിക്കും എന്ന് പറയുന്നത് സാധാരണപ്പെട്ടവരെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ടൈറ്റാണ്. അത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ റിജക്ഷൻ ആണ് വരുന്നെങ്കിലുള്ള കാര്യം ഒന്ന് ആലോചിച്ചു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പോളണ്ട് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ചിന്തിക്കുക. എളുപ്പമുള്ളൊരു കാര്യമേ അല്ല പോളണ്ട് എന്ന് പറയുന്നത്. ഏജൻസി പറയും ഇതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്കിപ്പോൾ സ്ലോട്ട് കിട്ടുന്നുണ്ട്, ആൾക്കാർക്ക് വിസ അടിക്കുന്നുണ്ട് ഒക്കെ പറയും. പക്ഷെ ഇതൊന്നും നടക്കുന്ന കേസല്ല. അപ്പം നടന്നിട്ടുമുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അനുഭവിച്ച, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അനുഭവിച്ച രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. നടക്കുന്ന കേസല്ല. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചവരാണെങ്കിൽ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല. കാരണം അനുഭവങ്ങൾ വരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നേരത്തെ ഞാനിപ്പോൾ ഒരു വർഷം മുമ്പേ, അല്ലെങ്കിൽ 1.25 വർഷം മുമ്പേ എനിക്ക് പോളണ്ടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയാം, ഓക്കെ ശരി, പെട്ടെന്ന് പോകാൻ പറ്റും എന്ന് പറയാൻ പറ്റും. നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും. അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു വലിയൊരു കടമ്പ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേറെ കൺട്രീസ് ചൂസ് ചെയ്യാം. ചില കൺട്രീസിലൊന്നും നമുക്ക് സ്ലോട്ട് ഡയറക്റ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് സബ്മിഷൻ ചെയ്യാൻ പറ്റുന്ന കൺട്രീസും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് ഗ്രാഹ്യമായി ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല കടക്കണിയിലോട്ട് പോകും. ഇപ്പം ഞാനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മുമ്പേ നമ്മൾ ഡ്രോപ്പ് ചെയ്ത കേസാണ്. ആ ഡ്രോപ്പ് ചെയ്തത് കാരണം അത്രയും നമുക്കൊരു പ്രശ്നം വന്നില്ല. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് അത്രയും എമൗണ്ട് നമുക്ക് റോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ജോലി ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട്, ഇപ്പൊ എന്നെ സംബന്ധിച്ച്, ഇപ്പം എൻ്റെ ഫ്രണ്ടിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിയുണ്ട്. അപ്പം അത്യാവശ്യം കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന കേസാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും വിചാരിക്കും ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാവരും ചിന്തിക്കുന്ന കേസാണ്. കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് ക്യാഷ് കിട്ടിയാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന എല്ലാവരും ഉണ്ട്. അപ്പം അതിനു വേണ്ടി നമ്മൾ ചെയ്യുമ്പം പല പല പ്രശ്നങ്ങളും വരും. അപ്പം ഇത്രയും വലിയൊരു ആദ്യം നമുക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള കാര്യം ഒന്ന് ആലോചിച്ചു. അപ്പം എനിക്കറിയാവുന്ന കൂട്ടുകാരൻ തന്നെ പലിശയ്ക്ക് കടം വാങ്ങിച്ചിട്ട് ഇത് ചെയ്തിട്ട് അത് പലിശ അടച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം തിരിച്ച് ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസ അത്രയും എമൗണ്ട് 2 ലക്ഷം രൂപയോ 2.25 ലക്ഷം രൂപയെന്ന് അത്രയും എമൗണ്ട് പോയി കഴിയുമ്പോൾ ഒരു 1.35 കണ്ട കിട്ടിയത് അത്രയും പോയി കഴിഞ്ഞു. അവന് സാമ്പത്തികമുള്ള വീട്ടിൽ ആളല്ല. അപ്പം പിന്നെ ആ പലിശ അടയ്ക്കാനും കാര്യങ്ങളുമായിട്ട് അവൻ ഓടുക. ഇപ്പം മനസ്സിലായി. അപ്പം ഞാൻ അറിഞ്ഞ കേസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേ കഴിയുമ്പോൾ എല്ലാം മാനുവലായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റും. ഇങ്ങനെയാണല്ലോ സംഭവം, ഞാൻ പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഓക്കെ, സംഭവം ശരി. ഇപ്പം ഞാൻ അനുഭവിച്ച, എൻ്റെ ഫ്രണ്ട്സ് അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം ഇനിയും വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ബൈ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ജോബ് എന്തെങ്കിലും നല്ല ജോബ്സ് എന്തെങ്കിലും വരുവാണെങ്കിലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.